ഹക്കീം ഫൈസി അദ്രിശ്ശേരിക്കെതിരെ വിമർശനവുമായി സമസ്ത. ഹക്കീം ഫൈസിക്ക് മതരാഷ്ട്രവാദമുണ്ടെന്ന് സമസ്ത പറയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അങ്ങനെയാണ്. വഫിയ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പഠനം പൂർത്തിയാകുന്നതുവരെ വിവാഹം വിലക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ വരെ വിവാഹം എതിർത്തു. ഇതു സംബന്ധിച്ച് പരാതി ലഭിച്ചിരുന്നുവെന്നും സമസ്ത പറയുന്നു. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസ്, അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്താണ് സമസ്ത പറയുന്നതിന് അടിസ്ഥാനം? എന്താണ് അവർ ഉദ്ദേശിക്കുന്ന വിമർശനം? അക്ഷയ ആൻഡ് സന്ധ്യ, ഇപ്പോൾ ഈ CIC വിഷയത്തിൽ CICയും സമസ്തയും ഒത്തുപോവുക എന്ന ഒരു വിഷയത്തിൽ ഇപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് സമസ്ത നേതൃത്വം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് നടന്ന വാർത്താ സമ്മേളനം, സലാം ബാക്കഫി അടക്കമുള്ള നേതാക്കൾ ഇരുന്നു കൊണ്ടുള്ള വാർത്താ സമ്മേളനം നടന്നത് സമസ്ത നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഈ ഹക്കീം ഫൈസി ആദർശേരി CIC വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ സലാം ബാക്കഫിക്കെതിരെ സമസ്ത നേതൃത്വത്തിനെതിരെയൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ സമസ്ത നേതൃത്വത്തിന്റെ അറിവോടെ തന്നെ അനുമതിയോട് കൂടി തന്നെ സലാം ബാക്കഫി ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഈ CIC വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിരവധി തവണ സമസ്തയുമായിട്ട് ചർച്ച നടത്തിയതാണ്. സമസ്തയുമായി CIC ചർച്ച നടത്തിയതാണ്. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും അതുമായി ഒത്തുപോവാൻ ഹക്കീം ഫൈസി ആദർശേരിയോ CICയോ തയ്യാറായിരുന്നില്ല. അത് കാരണമാണ് ഈ ചർച്ച അലസിപ്പോയത്. അതുകൊണ്ടാണ് തീരുമാനമാകാത്തത് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹക്കീം ഫൈസി ആദർശേരി ഇതിൽ പറഞ്ഞിരുന്നത് ഈ സമസ്ത CICയുമായി സഹകരിക്കുന്നില്ല, ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഹക്കീം ഫൈസിക്കെതിരെ രൂക്ഷമായ വിമർശനവുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, അദ്ദേഹം ഒരു മതരാഷ്ട്രവാദക്കാരനായി പലപ്പോഴും പ്രസംഗിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അങ്ങനെയാണ്. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നതടക്കം അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കാരണം ഈ CICയുടെ സ്ഥാപനത്തിൽ മുൻപ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. പക്ഷേ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം ജോലി ചെയ്തത് ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിലായിരുന്നു എന്നതടക്കമാണ് സലാം ബാക്കഫി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹക്കീം ഫൈസിക്കെതിരെ സമസ്ത രംഗത്തെത്തുന്നു.